ഓരോ ദിവസം കഴിയും തോറും നന്ദുവിനോടുള്ള ട്രെയിനറിന്റെ സമീപനം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലും അവളെ അവൻ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞ് ഓരോ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുകയും കഠിനമായ പരിശീലനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ആകെപ്പാടെ തളർന്ന അവസ്ഥയിലാണ് നന്ദു. ഇതെല്ലാം തന്നെ അയാൾ വീഡിയോ എടുത്ത് വേണുവിന് അയച്ചും കൊടുക്കുന്നുണ്ട്. വേണുവും ഭാര്യയും മകളും ഇത് കണ്ട് വല്ലാണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. നന്ദുനോട് സുഹൃത്ത് പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, നീ നിന്റെ വീട്ടിൽ വിളിച്ചറിയിക്ക്, അല്ലെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. നന്ദു പറയുന്നുണ്ട്, വേണ്ട, അതൊന്നും വേണ്ട, അതൊരു പക്ഷെ നമ്മുടെ ഭാവി തന്നെ ബാധിച്ചേക്കും. അവരൊക്കെ വലിയ ഓഫീസർമാരാ, നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ പോയാ എല്ലാം നമ്മുടെ നേരെ തിരിയും. ട്രെയിനിങ് ആകുമ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് അയാൾ ചിലപ്പോ നമുക്ക് ഇതിലും കടുത്ത ശിക്ഷ നൽകിയേക്കാം. എന്റെ എസ് എന്ന സ്വപ്നം പോലും ഇതോടുകൂടി അവസാനിച്ചേക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തുടർന്നു പോകാം. നന്ദു, നീ എന്തായി പറയുന്നേ? എത്ര കാലം നീ ഇങ്ങനെ സഹിക്കും? നിന്റെ ശരീരമൊക്കെ മുറിഞ്ഞ് ആകെപ്പാടെ വല്ലാണ്ടായി. വന്നപ്പോ ഉണ്ടായിരുന്ന കോലമല്ല നിന്റെ. അവസാനം നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം മെഡിക്കലിൽ നീ ഫിറ്റില്ലാതാവും. അതായിരിക്കും അയാളുടെ ലക്ഷ്യം. അയാളുടെ പിന്നില് ആരെങ്കിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. നന്ദു പറയാണ്, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. പല സമയത്തും അയാളുടെ സമീപനം അത്രയ്ക്ക് മോശമാണ്. എന്നോട് എന്തോ വൈരാഗ്യമുള്ള പോലെയാണ് അയാൾ പെരുമാറുന്നത്. കൂട്ടുകാർ പറയുന്നുണ്ട്, അത് ശരിയാ, ഞാൻ പലതവണ ശ്രദ്ധിച്ചു, നിന്റെ വീഡിയോ ഒളിഞ്ഞു മറിഞ്ഞും അയാൾ എടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അയാൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അയാൾക്കൊരു ഹരമായിരിക്കും. എന്തായാലും അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്, അത് കണ്ടെത്തണം എന്നാ കൂട്ടുകാരി പറയുന്നുണ്ട്. എന്തായാലും ട്രെയിനിങ്ങിന് വേണ്ടി അവർ രാവിലെ ഇറങ്ങാണ്. ഇറങ്ങി വന്ന പാടെ പതിവ് പോലെ അയാൾ കഠിനമായ പരിശീലനങ്ങൾ നന്ദുവിന് നൽകുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും ചെറിയ പരിശീലനങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ അയാൾക്ക് ശ്രദ്ധിക്കാൻ കൂടി സമയമില്ല. ഫുൾ ടൈമും നന്ദുവിന് പിന്നാലെ നടന്ന് അവളെ കൊണ്ട് കഠിനമായ പരിശീലന മുറകൾ ചെയ്യിപ്പിക്കുകയാണ് അയാളുടെ തൊഴിൽ. ആ ട്രെയിനറോട് എല്ലാവർക്കും നല്ല ദേഷ്യമാവുന്നുണ്ട്. കൂടത്തു നിന്ന മറ്റുള്ളവർ പറയുന്നുണ്ട്, പാവം നന്ദു, വന്ന അന്നു മുതൽ ഇയാൾ അയാളുടെ കഷ്ടപ്പെടുത്താണ്. പാവം, അവൾ എന്തുമാത്രം സഹിക്കുന്നു. എസ് ഐ എന്നൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടി എസ് ഐ എന്നൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. പാവം, ഇന്നലെയൊക്കെ ശരീരം മുറിയുന്ന വിധത്തിലാ അയാൾ ഓരോന്നൊക്കെ ചെയ്യിപ്പിച്ചത്. ആ കുട്ടിക്ക് എഴുന്നേറ്റുള്ളിൽ നിൽക്കാൻ വയ്യ എന്ന് അവർ പരസ്പരം പറയുന്നുണ്ട്. അവരെല്ലാം പരസ്പരം പറയാണ്, നമുക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഏയ്, അത് വേണ്ട. അങ്ങനെയാണെങ്കിൽ അവൾ തന്നെ കൊടുക്കട്ടെ, അല്ലാതെ നമ്മളൊക്കെ പോയി കൊടുത്താൽ അത് പിന്നെ വേറെ പ്രശ്നമാവും. എല്ലാവരും എസ് എന്ന സ്വപ്നമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും നല്ല രീതിക്ക് ഇവിടുന്ന് വിജയിച്ചിറങ്ങണം എന്ന് അവർ പരസ്പരം പറയുന്നുണ്ട്. അവിടെ കൂടെ നിന്ന ആ സുഹൃത്തുക്കൾക്ക് പോലും നന്ദുവിന് ദയനീയാവസ്ഥ കണ്ട് വല്ലാണ്ട് വിഷമാവുന്നുണ്ട്. അതിൽ കൂട്ടുകാരി പറയുന്നുണ്ട്, അവളെ അനന്തപുരിയിലെ ബന്ധുവാ, ഇതെങ്ങാണം അവരറിയണം അയാൾക്ക് നല്ല സുഖമായിരിക്കും, നമുക്കൊന്ന് വിളിച്ചറിയിച്ചാലോ? അവർ പരസ്പരം പറയുന്നുണ്ട്. ട്രെയിൻ ചോദിക്കാണ്, എന്താ രഹസ്യം പറിച്ചിൽ? ഏയ്, ഒന്നുമില്ല സാറേ, എന്റെ മിണ്ടാ ഒന്ന് പണിയെടുത്തോണം, അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, അല്ലാതെ നിങ്ങളുടെ വർത്താനം പറയാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലായല്ലോ? ട്രെയിനിങ്ങിന് വന്നാൽ അത് ചെയ്തോണം എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അയാൾ പോകുന്നുണ്ട്. അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും ലഞ്ച് ബ്രേക്ക് വേണ്ടി പോകുന്നുണ്ട്. ഈ സമയത്ത് നന്ദനോട് അവരെല്ലാം വന്ന് പറയുന്നുണ്ട്, മൂർത്തി സാറിനോട് ഒരു ഫോൺ കോൾ ചെയ്താൽ മതിയല്ലോ, നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. ഈ ട്രെയിനറെ ഇവിടുന്ന് കെട്ടുകടിക്കുകയും ചെയ്യാം. ആദ്യമൊന്ന് ട്രെയിനർക്ക് നീ എന്ന് പറഞ്ഞ ജീവനായിരുന്നു, പക്ഷെ ഇയാൾക്ക് നിന്നോടെന്തോ പകയുള്ള പോലെ തോന്നുന്നു. നന്ദു പറയാണ്, ഇയാളെ ഞാൻ ആദ്യമായിട്ട് കാണാണ്, ഇന്നവരെ ഇയാളും ഞാനായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾക്ക് എന്നോട് ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നന്ദു പറയുന്നുണ്ട്. അതില് ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, നീ ചെയ്യുന്ന ട്രെയിനിങ് സമയത്തെല്ലാം തന്നെ അയാള് നീ ചെയ്യുന്നതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്, ആരെയൊക്കെയോ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്, പലതവണയായി ഞാനത് ശ്രദ്ധിക്കുന്നു. നന്ദുവിന് കൂട്ടുകാർ പറയുന്നുണ്ട്, അതെ, ഞാനതോട് പറയായിരുന്നു, അയാളുടെ പിന്നില് മറ്റെന്ത് ലക്ഷ്യമുണ്ട്, അയാൾ മറ്റാർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇവിടുന്ന് ഒരു പക്ഷേ ഇവളെ എസ് ഐ ആയിട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിലോ? അപ്പോഴാണ് നന്ദുവിന് മനസ്സിൽ തോന്നിയത്, ഇതൊരു പക്ഷേ ഇനി അനാമികയുടെ വീട്ടുകാരായിരിക്കോ? അവളുടെ മനസ്സിൽ അങ്ങനെ പല ചിന്തകളും വരുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, സാരയില്ല, ഇനി ഇതൊന്നും അയാളെ കേൾക്കണ്ട,
ട്രെയിനർ കേട്ടാ പിന്നെ അത് മതി, നിങ്ങൾക്കൂടി ശിക്ഷ കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാം പോയി കഴിച്ചു എന്നും പറഞ്ഞ് നന്ദു വരെ പറഞ്ഞേക്കാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവര് പോകുന്നുണ്ട്. നന്ദു അവളുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ഇവര് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ അനാമിക, അവളുടെ അമ്മയും അച്ഛനും പക്കാ ഫ്രോഡുകളാ. അവളും പലതവണ എന്നെ തട്ടിക്കൊണ്ടുപോകാനും കൊല്ലാനും ആളോട്ടടിക്കാനും ഒക്കെ നോക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് മനസ്സുള്ളവരാ. ഒരുപക്ഷെ ട്രെയിനറെ അവര് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലോ, ഇനി ആ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ അവരെയാണെങ്കിലോ, എനിക്കൊരു ഡൗട്ട് അങ്ങനെ എന്ന് നന്ദു പറയുമ്പം ആ കൂട്ടുകാർ പറയുന്നുണ്ട്. ശരിയാ, നീ പറഞ്ഞപ്പോ എനിക്കും അങ്ങനെ തോന്നുന്നു. എന്തൊക്കെയോ കള്ളത്തിലുണ്ടെന്ന് എനിക്കും ആദ്യം മുതലേ തോന്നി. നമുക്കൊന്ന് അയാളുടെ ഫോണൊന്ന് അടിച്ചു മാറ്റിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദു പറയാണ്, നിനക്കറിയാലോ ഇവിടെ കംപ്ലീറ്റ് CCTV ആണ്. അത് മാത്രല്ല അയാളെ ഫോൺ താഴെ വെച്ച് ഞാൻ കണ്ടിട്ടുമില്ല. ആ ഫോണെങ്ങാണ് നമ്മൾ എടുത്തുന്ന അയാൾ അറിഞ്ഞാലേ നമ്മുടെ കഥ കഴിയും. അതോടെ പിന്നെ നമ്മള് ഈ ട്രെയിനിങ് ക്യാമ്പിന് പുറത്തായിരിക്കും. എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നീയും കൂടി പുറത്താവണ്ട. അതുകൊണ്ട് നമുക്കതൊന്നും വേണ്ട. ആ കൂട്ടുകാർ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം. ഫോൺ ഞാൻ അടിച്ചു തന്നാ മതിയല്ലോ, ലോക്ക് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാള് ലോക്ക് അഴിക്കുന്നത് ഇവർ രഹസ്യമായി നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ശേഷം 4 മണിക്കുള്ള കാപ്പിയുടെ സമയമാകുമ്പോഴേക്കും ഇയാള് കാപ്പിടിക്കാനൊക്കെ ആയിട്ട് പോവാണ്. ബാത്റൂമിലേക്ക് പോകുമ്പം ആ ടേബിളിന്റെ അവിടെ ഫോണും വെച്ചിട്ട് അയാൾ ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നന്ദുവും ആ ഫ്രണ്ടും കൂടി ഓടിച്ചെന്നിട്ട് ആ ഫോൺ എടുക്കാണ്. ഫോൺ എടുത്തിട്ട് അതിൽ നിന്നും ലോക്ക് അഴിച്ച് അവർക്ക് ആവശ്യമുള്ള ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അവർ നോക്കുമ്പോൾ അവളുടെ വീഡിയോസ് എല്ലാം എടുത്തിരിക്കുന്നത് വേണുവിന് അയച്ചു കൊടുക്കാനാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോസിന് സ്ക്രീൻഷോട്ടും അവരുടെ അയച്ചേക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ടുകളും അതുപോലെ അവരുടെ വീഡിയോസും ഇവളുടെ വീഡിയോ എടുത്തിരിക്കുന്നതും അങ്ങനെ കംപ്ലീറ്റ് ഡേറ്റാസും ഇവളുടെ ഫോണിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ അയാളെ വരുന്നതിന് മുമ്പ് തന്നെ ആ ഫോൺ വെച്ചിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും മുറിയിലേക്ക് പോയതിനു ശേഷം നന്ദു പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അനാമികയുടെ അച്ഛൻ തന്നെ ആയിരിക്കുന്നു. ദാ കണ്ടോ, വേണുവിനാണ് ഇതെല്ലാം അയച്ചിരിക്കുന്നത്. വേണു പറഞ്ഞിട്ടാ എന്നെ ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത്, എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും അയാൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ട്രെയിനർ കിട്ടും. ഇത്രയും നാളും ട്രെയിനർ അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി ഞാൻ സമാധാനിച്ചിരിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, മറ്റൊരാൾ കീ കൊടുത്ത് കറങ്ങുന്ന പാവ അയാളെന്ന്. അതുകൊണ്ട് ഇനി അയാളെ വിട്ടുവെക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പറഞ്ഞ് കൂട്ടുകാരിയോട് നന്ദു പറയുന്നുണ്ട്. കൂട്ടുകാർ പറയാണ്, നീയെങ്കില് വിളിച്ച് വീട്ടിലറിയിക്ക്. എന്തായാലും അതല്ല വേണ്ടത്, നിയമപരമായി തന്നെ ഇയാളെ ശിക്ഷിക്കണം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് നന്ദു പറയുന്നുണ്ട്. നന്ദു അങ്ങനെ രഹസ്യമായിട്ട് അവിടുത്തെ ഓഫീസർമാരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഓഫീസർമാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു കംപ്ലൈന്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ട്രെയിനർ നന്ദുവിനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. താനെന്തിനാ അവരെ നോക്കുന്നത്? അപ്പോഴേക്കും ട്രെയിനർ പറയുന്നുണ്ട്, ആരെനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഓഫീസേഴ്സ് പറയാണ്, അത് അന്വേഷിക്കാനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്, സാർ ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞിട്ട് ക്യാബിനിലേക്ക് വിളിപ്പിക്കാണ്. ദാ സാർ ഇത് കണ്ടോന്ന് ചോദിച്ചിട്ട് അവർ ലാപ്ടോപ്പില് നന്ദു അയച്ചു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ കാണിക്കാണ്. നന്ദുവിന്റെ വീഡിയോസും ഫോട്ടോസും എടുത്ത് വേണുവിന് അയച്ചു കൊടുത്തിരിക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം തന്നെ അതിൽ റെക്കോർഡിംഗ് ആയിരുന്നു. അതെല്ലാം കേൾക്കുന്ന ആ ഓഫീസർ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും അവർ നന്ദുവിനെ വിളിപ്പിക്കാണ്. നന്ദു അകത്തേക്ക് കയറി വരുന്നുണ്ട്. അതിനുശേഷം അവർ ട്രെയിൻ ചെയ്തിരുന്ന ബാക്കിയുള്ള എല്ലാ ട്രെയിനേഴ്സിനെയും വിളിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് കയറി വരാണ്. അപ്പോഴേക്കും ആ ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട്, ഞങ്ങള് ഒരു കാര്യം ചോദിക്കാണ്ട് വന്നാണ്. ദാ ഈ കാണുന്ന നന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടീന് മനഃപൂർവ്വമായിട്ട് ഈ ഓഫീസർ എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ ട്രെയിനേഴ്സ് എല്ലാം ഒറ്റ സ്വരത്തിൽ പറയാണ്, അതെ സാർ, ഇയാൾ വന്ന അന്ന് മുതൽ ഈ കുട്ടിയെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കാണ്. മുള്ളുകമ്പിയുടെ ഇടയിൽ കൂടെയൊക്കെ എഴയാനൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും പക്ഷേ അങ്ങനെ ഒരു ട്രെയിനിങ് തന്നിട്ടില്ല. ഈ കുട്ടിയെ മാത്രം മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നവരാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെല്ലാരും കുറെ പറഞ്ഞു നോക്കിയതാണ്. പക്ഷെ അപ്പോഴെല്ലാം ഞങ്ങൾ ഇയാൾ ഭീഷണിപ്പെടുത്തി ഇവിടുന്ന് ആയിട്ട് പുറത്തിറങ്ങില്ലെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ നന്ദുവിന്റെ വീഡിയോ ഇയാൾ ആരും കാണാതെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ആർക്കൊക്കെയോ അയക്കുകയും വീഡിയോ കോൾ ചെയ്ത് ആരെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും ട്രെയിനിങ് ക്യാമ്പിൽ അനുവദനീയമല്ലല്ലോ സാർ. പക്ഷെ ഞങ്ങൾക്ക് ആരോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. നന്ദു ഇവിടെ വന്നതുപോലല്ല, അതിലും ഇവൾ ഒരുപാട് ക്ഷീണിക്കുകയും ഇവൾ ഒരുപാട് ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ശാരീരികമായി മാത്രമല്ല, മാനസികമായും അത്രത്തോളം ഇയാള് ആ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്.
നന്ദുവിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇതുമൂലം ആ കുട്ടി ഉറങ്ങാറ് പോലില്ല സാർ. നന്നായിട്ട് ഭക്ഷണം കഴിക്കാറില്ല. ട്രെയിനിങ് എന്ന പേരില് ആ കുട്ടീനെ ഇഞ്ചിഞ്ചായി പരിചയപ്പെടുത്താണ് ഇയാൾ ചെയ്യുന്നത്. എപ്പോഴും ഇവിടെ വന്നിട്ട് ദേഷ്യപ്പെടുകയും ക്രൂരമായ ശിക്ഷകളാണ് കൊടുക്കുന്നതെന്നൊക്കെ അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ട്. ട്രെയിനറോട് ഓഫീസർ ചോദിക്കാണ്, ഇപ്പൊ എന്ത് പറയുന്നു താൻ? തന്റെ തെറ്റെന്താണെന്ന് തനിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അയാള് പറയുന്നുണ്ട്, സാർ ഈ പെൺകുട്ടി മുമ്പ് ഒരുപാട് കേസുള്ള പെൺകുട്ടിയാണ്. അതെല്ലാം കാശ് കൊടുത്ത് ഒതുക്കി തീർത്താണ്. ഒരു പയ്യനെ തല്ലിയ കേസുണ്ട്, അതുപോലെ മറ്റ് പല കേസും ഈ പെൺകുട്ടികളിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇങ്ങനൊരാൾ നമ്മുടെ ഇടയിലേക്ക് വന്നാൽ അത് വലിയ പ്രശ്നമാവും. പോലീസിനകത്ത് തന്നെ ഗുണ്ടകളുണ്ടെന്ന് എല്ലാവരും പറയുന്നതല്ലേ. അങ്ങനെയുള്ളപ്പോ ഈ കുട്ടി ഇതിനകത്തേക്ക് വന്നാൽ അത് ശരിയാവില്ല സാർ, അതെനിക്ക് തോന്നിയെന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, സാർ എന്തറിഞ്ഞിട്ടാ ഈ പറഞ്ഞത്? ഞാൻ ഒരിക്കലും മനഃപൂർവ്വമായിട്ടും ആരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓഫീസർ ചോദിക്കാണ്, തന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വേണു എന്നാണ് അയാളുടെ പേര്, അയാളുടെ ബന്ധുവാണ് ഈ കുട്ടി, അയാളാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഓഫീസർ ചോദിക്കാണ്, താനൊരു മന്ദബുദ്ധിയാണോ? താനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ? തനിക്ക് മറ്റുള്ള പറഞ്ഞു കേട്ടുവാണോ താൻ അനുസരിക്കാന്? തനിക്ക് തൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലേ? തൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളില്ലേ? താൻ മറ്റുള്ള പറഞ്ഞിട്ടാണോ ആടുന്നത് എന്നൊക്കെ ചോദിച്ച് അവർ വഴക്ക് പറയുന്നുണ്ട്. ഇയാൾ പറയണ, അല്ല സാർ, ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ളൊരു പെൺകുട്ടീനെ ഒരു SI ആക്കണമെന്ന് ഞാൻ കരുതിയെന്ന് പറയുമ്പോൾ, ആരാണ് ക്രിമിനൽ എന്ന് താൻ പറഞ്ഞത്? ഈ കുട്ടി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് അറിയിച്ചപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഈ കുട്ടി ഒരാളെ തല്ലിയ കേസുണ്ടല്ലോ, അത് മറ്റൊന്നിനു വേണ്ടിയിട്ടായിരുന്നില്ല. പൊതു നിരത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് ഒരാൾ മര്യാദ ഇല്ലാതെ പെരുമാറി, അതുകൊണ്ടാണ് ആ പയ്യനെ അവൾ അടിച്ചത്. പക്ഷെങ്കിൽ അത് അവൾ SI ആകാതിരിക്കാനുള്ള കരുനീക്കമായിരുന്നു. ആ രണ്ടുപേരും താനിപ്പ് പറഞ്ഞല്ലോ, ഒരു വേണു, അയാൾ ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരുന്നു. ഈ വേണു എന്ന് പറഞ്ഞാൽ എന്ത് ഫ്രോഡാണെന്ന് തനിക്കറിയോ? അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങളിപ്പോ. ഇതെല്ലാം ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്നവരെ ഈ കുട്ടിയുടെ പേരിൽ അല്ലാതെ ഒരു കേസും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരാൾ അടിച്ച കേസ്, അതുണ്ടായതും ഈ കുട്ടിയുടെ മോശമായി പെരുമാറാൻ ശ്രമിച്ച ഒരാളുടെ, അല്ലാതൊന്നും ഈ കുട്ടി അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റെല്ലാം പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പോലീസ് ഓഫീസേഴ്സ് പറയുന്നുണ്ട്. ട്രെയിനർ പറയുന്നുണ്ട്, സാർ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. വേണു വിളിച്ചിട്ട് ഈ കുട്ടി പോലീസാകാൻ യോഗ്യതയില്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോ ഞാനതൊക്കെ വിശ്വസിച്ചു. ഓഫീസേഴ്സ് പറയുന്നുണ്ട്, താൻ എന്തൊരു മനുഷ്യനാണോ? മറ്റൊരാൾ പറഞ്ഞു കേട്ടാണോ ഒരാളെ വിലയിരുത്തേണ്ടത്? അയാൾ അങ്ങനെ പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിക്കാനെങ്കിലും തനിക്ക് തോന്നിയോ? താനും ഒരു പോലീസുകാരൻ തന്നെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. സോറി സാർ എന്ന് പറയുമ്പോൾ എന്തായാലും തന്നെ സസ്പെൻഡ് ചെയ്യാണ്. ഇനി താൻ അവിടെ തുടരണ്ട. എന്തായാലും വേണുവാണല്ലോ തനിക്ക് ഇത്രയും കാലം ഓർന്ന് പറഞ്ഞു തന്നത്. അയാളുടെ വീട്ടിൽ തന്നെ പോയി കുറച്ചു ദിവസം ഇരിക്ക്. എന്തായാലും സസ്പെൻഷൻ നോട്ടീസ് കൊണ്ടാ ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അയാള് സാർ എന്ന് വിളിക്കുമ്പോ ഒന്നും പറയണ്ട, താൻ പുറത്തേക്ക് പോ എന്ന് പറയുമ്പോഴേക്കും നന്ദുവിന്റെ അരികിലേക്ക് പോയിട്ട് അയാൾ പറയുന്നുണ്ട്, തന്നെ കുറിച്ച് മോശമായിട്ട് അയാൾ പറഞ്ഞു തന്നതാണ് ഞാൻ അതൊക്കെ വിശ്വസിച്ചത്. അല്ലാതെ തന്റെ നിരപരാധിത്വവും തന്റെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് നല്ല രീതിക്കാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. നന്ദു പറയാണ്, സാർ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ, ആ സസ്പെൻഷൻ പിൻവലിക്കാൻ പറ്റില്ലേ? പോലീസുകാർ പറയുന്നുണ്ട്, ഇല്ല അതൊന്നും സാധിക്കില്ല, ഞങ്ങൾ ഓൾറെഡി അതിനുള്ള ഇതൊക്കെ കൊടുത്താണ്, അതുകൊണ്ട് ഇനി അതൊന്നും പറ്റില്ല. പുതിയ ട്രെയിനർ നിങ്ങൾക്ക് നാളെ ചാർജ് എടുക്കും. ഇനി കുറച്ച് ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. എല്ലാവരും ആത്മാർത്ഥമായി പരിശീലിക്കണം. പിന്നെ നന്ദുവിന് ശാരീരികമായി എന്തെങ്കിലും പ്രയാസം തോന്നാണെങ്കിൽ അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവണം എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടുകാർ പറയുന്നുണ്ട്, സാർ നന്നായിട്ട് ഈ കുട്ടി ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടത്തിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ ട്രെയിനറുടെ ചീട്ട് വലിച്ച് കീറുന്നുണ്ട്. അയാള് വേണുവിനെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇയാൾ നേരിട്ട് വേണുവിനെ കാണാൻ അവിടേക്ക് ചെല്ലാണ്. വേണു ചോദിക്കുന്നുണ്ട്, ആഹാ സാറെന്താ ഇങ്ങോട്ടേക്ക് വന്നത്? അവളെ ശരിപ്പെടുത്തിയോ സാറേ? പുതിയ വീഡിയോ കൊണ്ട് വന്നാണോ? അതേടോ പുതിയ വീഡിയോ കൊണ്ട് വന്നാ ദാ ഇതൊന്നും താൻ വായിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് സസ്പെൻഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അയ്യോ സാറേ, ഇന്ന് സസ്പെൻഷൻ ആക്കിയോ? അതേടോ എന്നെ സസ്പെൻഡ് ചെയ്തു, അതിന് കാരണക്കാരനെ താനാ സാറേ. ആ പെൺകുട്ടിയോട് കംപ്ലൈന്റ് കൊടുത്തു കാണും സാറേ, അവൾ അങ്ങനത്തെ വൃത്തിയാ. മതി, നിർത്തിക്കോ. നന്ദു ആരാണെന്നും എന്താണെന്നും അവളുടെ കഴിവെന്താണെന്നും ഞാൻ മനസ്സിലാക്കി. എന്തായാലും ഞാൻ മോശപ്പെട്ട ഒരു ഓഫീസറൊന്നും അല്ല, കൈക്കൂലി മേടിച്ചിട്ട് ഒന്നും ചെയ്യുന്നതിനല്ല. പിന്നെ തന്നെ എനിക്ക് അറിയായിരുന്നു. താൻ പറഞ്ഞപ്പോ അത് സത്യമാണെന്ന് വിശ്വസിച്ച് ആ കുട്ടിയോട് ഞാൻ മോശമായി പെരുമാറി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ആദ്യമേ താൻ പറഞ്ഞപ്പോ അന്വേഷിക്കേണ്ടതായിരുന്നു. എന്തായാലും എനിക്ക് സസ്പെൻഷൻ കിട്ടി, സാരമില്ല.
ആ കുട്ടീനെ മറ്റേതെങ്കിലും ട്രെയിനർ വന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചോളും. അവള് പുറത്തിറങ്ങുമ്പോൾ എല്ലാ സപ്പോർട്ടുമായിട്ടും ഞാൻ കൂടെ കാണും. തന്റെ കാര്യമേ ഞാൻ നോക്കിക്കോളാം. തന്റെ പേരില് കുറെ കേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്റെ മുതിർന്ന ഓഫീസർമാര്. എന്തായാലും അത് അന്വേഷിക്കാൻ ഇനി ഞാനുമുണ്ട്. താൻ ആരാണെന്നും താൻ എന്താണെന്നൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കാശെറിഞ്ഞ് താൻ പലതും ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്തായാലും നിന്റെ പെണ്ണുമ്പിളെ നിന്റെ മോളെ ഞാൻ പൂട്ടും എന്നും പറഞ്ഞിട്ട് അവിടെ ദേഷ്യപ്പെട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നുണ്ട്. വേണുനോട് രേവതി പറയുന്നുണ്ട്, എന്റെ പൊന്നേട്ടാ, ഇതിപ്പോ ചക്കിന് വെച്ചത് കൊക്കിനുണ്ട അവസ്ഥയായല്ലോ. ഇനിയിപ്പോ നമ്മൾ തന്നെ ഇതിൽ പെടുവോ എന്നും ചോദിച്ച് അവര് കൺഫ്യൂഷൻ അടിച്ചോണ്ട് നിൽക്കുകയാണ്. നന്ദു ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുകയും അവൾ ട്രിപ്പ് ഇട്ട് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം തന്നെ പുതിയ ട്രെയിനർ ജോയിൻ ചെയ്യാണ്. അങ്ങനെ അയാൾക്ക് നന്ദുവിന്റെ കഴിവിൽ നല്ല വിശ്വാസവും നല്ല സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് പിന്നീട് ആ ട്രെയിനിങ് ആകുമ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്.